മുഖ്യ പ്രഭാഷണം നടത്തുന്ന കടന്നു വന്നിട്ടുള്ള ശ്രീമതി സുഗതകുമാരി, അധ്യക്ഷവേദിയിൽ ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, വലിയ ശ്രേഷ്ഠരെ, വലിയ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, 3 ദിവസം നീണ്ടുനിന്ന വലിയ സമ്മേളനത്തിന് ഇവിടെ തിരിച്ചേറി വീഴുകയാണ്. മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ വൈദികർ ഈ യോഗത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനുവേണ്ടി ജനറൽ സെക്രട്ടറിയും ജോയിൻറ്റ് സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും അക്ഷീണം പരിശ്രമിച്ചു എന്നുള്ളത് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വസ്തുതയാണ്. അവരെയൊക്കെയും ഈ അവസരത്തിൽ നന്ദി കൊണ്ട് സ്മരിക്കുന്നു. വലിയ സംഘടന പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിൽ കുറേ കൂടെ ഊർജ്ജസ്വലമായി കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ അവസരത്തിലൊക്കെയും നിങ്ങളുടെ ഏവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് ഓർപ്പിക്കട്ടെ. വൈദികരും അവരുടെ ജീവിതശൈലികളും ഇതിനെ സംബന്ധിച്ചായിരുന്നു ഈ വർഷം നമ്മൾ പ്രത്യേകമായി പഠിച്ചത്. ഇവിടെ നടന്ന എല്ലാ ക്ലാസ്സുകളിലും ഞാൻ ശരീര അസ്വസ്ഥതകൾ കാരണം സാധിച്ചില്ല എങ്കിൽ തന്നെയും പാരമ്പര്യമായി എനിക്ക് ലഭിച്ച ചില ശൈലികളെ സംബന്ധിച്ച് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് ചെയ്യുന്നത്. എൻ്റെ വല്യപ്പച്ചൻ കിഴക്കത്തേക്കൽ പുത്തിങ്കാവിൽ തോമാക്കത്തണ 1.5 വയസ്സായ സമയം മുതൽ ഞാൻ അദ്ദേഹത്തോടൊപ്പമാണ് താമസിക്കുന്നത്. അദ്ദേഹം 1945 മരിക്കുന്നവരെ ഞങ്ങൾ കൂടെ ഞാൻ താമസിച്ച ഒരാളാണ്. എന്നെ ഈ കാര്യത്തിൽ കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ വല്യപ്പച്ചനാണെന്ന് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട്. 3 വയസ്സ് പ്രായമായ സമയം മുതൽ സന്ധ്യാനമസ്കാരത്തിന് പുത്തിങ്കാവ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന അവസരത്തിൽ എന്നെ കൂടെ അദ്ദേഹം കൊണ്ടുപോകുമായിരുന്നു. ഒരു കയ്യിൽ ഒരു വടി, മറ്റേ കയ്യിൽ വിരൽ എനിക്ക് ചൂണ്ടിത്തരും. വല്യപ്പനും കൊച്ചുമാനും ഒരുമിച്ച് പോകുന്നത് പുത്തിങ്കാവിലെ മുതിർന്ന തലമുറ അന്ന് സ്മരിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞാൻ വൈദികനായ അവസരത്തിലും പുത്തിങ്കാവിൽ വെച്ച് വൈദികനായ അവസരത്തിൽ പുത്തിങ്കാവിലെ മുതിർന്ന തലമുറ പലരും പറഞ്ഞു, ഈ പ്രയാണം ആരംഭിച്ചത് വല്യച്ഛൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കും. 1989 ഞാൻ മെത്രാപ്പൊലീത്തയായി 89 ആദ്യമായി അമേരിക്ക സന്ദർശിച്ച അവസരത്തിൽ എൻ്റെ ഒരു സഹപാഠി ന്യൂയോർക്കിൽ ഞാൻ ചെന്നു എന്നറിഞ്ഞുകൊണ്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത ഒരു ഡിന്നർ പുത്തിങ്കാവുകാരെ സകലരെയും അവിടെ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിഞ്ഞുകൊണ്ടിരുന്ന അവസരത്തിൽ അവളും അവളുടെ സഹോദരനും പറഞ്ഞൊരു കമൻ്റ് എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി. മുസ്ലിയാമ്മയുടെ സമ്മേളനം കഴിഞ്ഞ ആഴ്ച കൂടിയ അവസരത്തിൽ ഞാൻ ആ സംഭവം അവരെ ഓർപ്പിച്ചു. വലിയ നോയമ്പിൽ ഒരു ദിവസം അവളുടെ അമ്മ അവളോട് പറഞ്ഞു, വേണ്ടി പുത്തിങ്കാവിൽ മണക്ക് പോയി കുറച്ച് മീൻ വാങ്ങിച്ചോട്ട് പോകാം. അത് കഴിഞ്ഞ് പറഞ്ഞ ഇതാണ് ഇൻസ്ട്രക്ഷൻ ഇതാണ്: കിഴക്കേത്തിരക്കലെ പടിക്ക് തരുമ്പം കൊച്ചമ്മ കാണാതെ പൈൻമൂടിലെ വീടിൻ്റെ പുറകിൽ കൂടെ പോയി വാങ്ങിച്ച് അതുവഴി തിരിച്ചേക്ക് പോകണം. അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മയെക്കുറിച്ച് കുറച്ചുകൂടെ ബഹുമാനം തോന്നി. സമൂഹം ഭയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ വല്യമ്മച്ചി മുസ്ലിയാമ്മ, ഒരച്ഛൻ്റെ സഹകർമ്മൻ. അമ്മച്ചിക്കുണ്ടായിരുന്ന മറ്റൊരു ഗുണമെന്ന് പറയുന്നത്, പുത്തിങ്കാവിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ തീ പുകയുന്നില്ല എന്ന് അറിഞ്ഞിരുന്നാൽ അവരെ സഹായിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എൻ്റെ വല്യമ്മച്ചി. ഇതവൾ പറഞ്ഞു കഴിഞ്ഞ അവസരത്തിൽ സഹോദരൻ പറഞ്ഞൊരു കാര്യം, വലിയ നൊയമ്പും അതുപോലെ നൊയമ്പുകളും തുടങ്ങിക്കഴിഞ്ഞിരുന്നാൽ അവൻ്റെ ജോലിയായിരുന്നു ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വല്യപ്പച്ചൻ്റെ ഉച്ചഭക്ഷണവുമായിട്ട് പള്ളിയിൽ കൊണ്ട് കൊടുക്കേണ്ടത്. നൊയമ്പ് തുടങ്ങുന്ന അവസരത്തിൽ എൻ്റെ വല്യപ്പച്ചൻ പള്ളിയിലേക്ക് താമസം മാറ്റുമായിരുന്നു. ഇത് ഞാൻ മെത്രാപ്പൊലീത്തതിന് ശേഷം വേറെ ആൾ അറിഞ്ഞൊരു കാര്യം. ഞാനും വൈദികനായി ആദ്യമായിട്ട് ഗുജറാത്തിലേക്ക് പോകുന്ന അവസരത്തിൽ
എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, ഏത് പള്ളിയിലോട്ടായിരിക്കും നിയമനം ലഭിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, മിക്കവാറും ആനന്ദിലേക്കായിരിക്കും. വളരെ സൗകര്യമാണ്. രാവിലെ അരമണിക്കൂർ ട്രെയിനിൽ യാത്ര ചെയ്താൽ അവിടെ ചെല്ലാം. എൻ്റെ അമ്മ എൻ്റെ വല്യപ്പച്ചൻ്റെ ജീവിതശൈലി നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് പറഞ്ഞു, രാവിലെ പോകണ്ട, തലേദിവസം തന്നെ പോയി അവിടെ താമസിച്ച് കുർബാന ചൊല്ലിയാൽ മതി. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പല ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് കുർബാന ചൊല്ലാൻ പോകുന്ന അവസരത്തിൽ തലേദിവസം തന്നെ അവിടെ പോയി താമസിക്കണമെന്ന് എൻ്റെ അമ്മ എനിക്ക് തന്ന ഉപദേശം ഞാൻ ഇപ്പോൾ ഓർക്കാറുണ്ട്. വൈദികർക്ക് ഒരു ശൈലി ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ച് ദുഃഖിക്കുന്ന ആളാണ് ഞാൻ. പഴയതിലേക്ക് നമ്മൾ തിരിച്ചു വരണം എന്ന് ശക്തമായിട്ട് അഭിപ്രായപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉദ്ഘാടന ദിവസം അഭിനന്ദനായ അന്തോനിയോസ് തിരുമേനി ഒന്നിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പലപ്പോഴും പട്ടം കൊടുക്കുന്ന അവസരത്തിൽ ഓർപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ഓർപ്പിച്ചത്. ഒന്ന്, നമ്മൾ നടത്തുന്ന മുഴുവൻ ആരാധനകളിൽ നമ്മൾ ഇൻവോൾവായിട്ട് നടത്തണം. എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടുന്ന രീതിയിൽ ആരാധന ഒരിക്കലും നടത്തരുത്, അത് ഭംഗിയായിട്ട് നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം എൻ്റെ വൈദികർക്ക് ഞാൻ ഇപ്പോൾ കൊടുക്കാറുണ്ട്. രണ്ടാമതായി കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത്, ഒരിടവകയിലും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കരുത്. നമ്മളുടെ സ്വന്തം കാര്യം സാധിക്കാൻ അവനെ കൂട്ടുപിടിച്ച് ഗ്രൂപ്പ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിഞ്ഞിരുന്നാലും ആ ഇടവകയിൽ ഗ്രൂപ്പ് നിലനിൽക്കും എന്നുള്ള മറ്റൊരു വസ്തുത. ഞാനിരുന്ന് ഒരിടവകയിലും എനിക്ക് സ്വന്തമായിട്ട് ഒരു ഗ്രൂപ്പും ഇല്ലായിരുന്നു. എല്ലാവരും വേണ്ടി ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ്. പക്ഷെ അവരെന്നിരുന്നാലും ഒന്നായിട്ട് നിൽക്കും. മൂന്നാമത് പണസംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ മാന്യത പാലിക്കണം എന്ന് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കാറുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ വൈദികർ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നാൽ നമ്മൾ വരയ്ക്കുന്ന വരയെ കൊണ്ട് ഇടവകയെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഓർപ്പിക്കുകയും ചെയ്യുന്നു. വൈദികർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ ഇടവക ഭരണത്തിൽ വിജയിക്കാൻ സാധിക്കും എന്ന് മാത്രം ഇതിൽ ഓർപ്പിക്കുന്നു. ഈ വൈദിക സംഘത്തിൻ്റെ ഈ ട്രൈനിയൽ കോൺഫറൻസ് എല്ലാ വൈദികരോടും ഇതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിലുള്ള നന്ദി കൃത്യമായിട്ട് അറിയിക്കുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ നല്ല പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കൊച്ചന്മാരുടെ യോഗത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഓരോ വർഷവും വൈദിക സെമിനാരിയിൽ നിന്ന് പുറത്തിറക്കുന്ന ഷമ്മാശന്മാർ വിവാഹിതരായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ കൊച്ചമ്മമാരെ മുഴുവൻ വിളിച്ച് 1-2 ദിവസം ഒരു പൊതുസ്ഥലത്ത് താമസിപ്പിച്ച് അവർക്ക് വേണ്ട ഒരു ചെറിയൊരു മുഖവര കൊച്ചമ്മയായിട്ട് സമൂഹത്തിൽ പ്രത്യേകപ്പെട്ട ഒരു സ്ഥാനം അനുഭവിക്കുന്ന ഒരാളാണ് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിച്ചതെന്ന് പറയുന്നത് വൈദികരെ സംബന്ധിച്ച് നൂതനങ്ങളായിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ച് മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം അതിനുണ്ടാകണം എന്ന് മാത്രം ചുരുക്കമായി ഓർപ്പിച്ചുകൊണ്ട് ഈ കോൺഫറൻസ് വിജയിപ്പിക്കുന്നതിൽ നിങ്ങളുടെ ഒക്കെയും പങ്ക് കൃത്യമായിട്ട് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു.